ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളെ ഏജൻസിയിൽ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ OEM എന്ന് പറഞ്ഞതാണ്, ഒപ്റ്റിമൽ എൻക്വയറി മെഷീൻ എന്നുള്ളത്. ഇത് മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ, ഒരു പ്രൊഡക്റ്റൈസ്ഡ് സർവീസാണ്. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ബിസിനസ്സിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട്, അത് എല്ലാ ബിസിനസ്സും അല്ല, ഒരു എൻക്വയറി ലെഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് അവർക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള എൻക്വയറീസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷീൻ പോലെ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പേഴ്സണലി OEM ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ട് എടുക്കലാണ്. നമ്മളെടുത്ത് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്ക് എൻക്വയറീസ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അത് ഒപ്റ്റിമൈസ് ആക്കാനുള്ള കുറേ ഹെൽപ്പുകൾ അവരുടെ ടീമിന് കൊടുക്കേണ്ട ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കും. ആ ടീമിൻ്റെ അടുത്ത് സെയിൽസ് ടീമിൻ്റെ അടുത്തുള്ള ഫീഡ്ബാക്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തും. ഇങ്ങനെ എന്ത് ചെയ്യണം, സ്ട്രൈറ്റ്ലി എന്ത് ചെയ്യണം, നമ്മളെ പറ്റി തീരെ അറിയാത്തൊരു കസ്റ്റമറിനെ കണ്ടെത്തി അവരുടെ അടുത്ത് നിന്ന് ആക്ഷൻ എടുപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി OEM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻക്വയറീസ് വരെ എത്തിക്കുക എന്നുള്ളതാണ്. ഇനി അത് പറഞ്ഞ മുന്നേ പ്രോപ്പർലി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോയെന്ന് വേണം. ഇത് ഷോർട്ട് കട്ട് ആണെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. അത് ഒബ്വിയസ്ലി ചെയ്യണം. അത് ചെയ്യാതെ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാലും എൻക്വയറീസ് ജനറേറ്റ് ചെയ്യും, ചിലപ്പോൾ നല്ല പ്രോഫിറ്റബിളായി കോഴ്സ് ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടാവും. അല്ലാതെ നമ്മളൊരു സർവീസ് ആയിട്ട് കൊടുക്കില്ലല്ലോ. പക്ഷേ അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഇനി അത് വർക്ക് ചെയ്യാത്ത കണ്ടീഷനിൽ വരെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗാനിക് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ OEM ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ കസ്റ്റമറിൻ്റെ സൈക്കോളജി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ബിസിനസ്സിന് മൊത്തത്തിൽ ഓൺ ടൈം, പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എന്തായാലും ഓൺ ടൈം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയി നടക്കുന്നുണ്ടാവുക. ഒരു ഓൺ ടൈം കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ആക്ഷൻ എടുപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് വൃത്തിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനെ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്, കൂടുതൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ്. അത് ഒബ്വിയസ്ലി കറക്റ്റാണ്. ഒരു ലോങ് ടൈം ആണ് കണ്ടന്റ് ക്രിയേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ. ലോങ് ടൈം ആണ്. ഈ ലോങ് ടൈം അല്ല, ലോങ് ടൈം വരാതെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഇപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് നമ്മൾ ഒരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് കുറേ ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. അതൊക്കെയാണ് ശരിക്കും പ്രോപ്പർലി ചെയ്യേണ്ട ഒരു മെത്തേഡായിട്ട് ചിലപ്പോൾ പലപ്പോഴും പറയുന്നുണ്ടാവുക. പക്ഷേ എല്ലാ ബിസിനസ്സിലും അത് അത്ര ഈസിയർ ആവണമെന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം, അത്രയും കാലഘട്ടം, ഒരു ടൈം കാത്തുക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, OEM സജസ്റ്റ് ചെയ്യുക. OEM സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഓർഗാനിക് ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം എന്നുള്ളത്. ഒരു കുറേ കാര്യങ്ങൾ മിക്സപ്പ് ആയി പറഞ്ഞിട്ടുള്ളതാണ് ഉള്ളത്. പക്ഷേ OEM കുറിച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി DM ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റിംഗിലേക്ക് ഇരുന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.